ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ ഒരു ചെടിയാണ് ചെയ്യാൻ പോണത്. ഇതിൻ്റെ പേര് സയാം അറോറ അൽഗോണിമ എന്നാണ്. ഇതിൻ്റെ മലയാള നാമം ഞാൻ ഒത്തിരി നോക്കി, എനിക്ക് കിട്ടിയില്ല. ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കെട്ടുകമ്പി എടുക്കുന്നുണ്ട്, അതോടൊപ്പം പേപ്പർ ടേപ്പ് എടുക്കുന്നുണ്ട്. കെട്ടുകമ്പിയിലേക്ക് പേപ്പർ ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത് അത് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ലീഫായിട്ടും വലിയ ലീഫായിട്ടും എടുക്കുന്നുണ്ട്. 2 സൈസിൽ ലീഫായിട്ടാണ് എടുക്കുന്നത്. നമുക്ക് എന്നിട്ട് അതിൽ ഗ്രീൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. എല്ലാ ലീഫിനും ഒരേപോലെ ഗ്രീൻ കളർ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ലീഫ് ശ്രദ്ധിച്ചാൽ അറിയാം കേട്ടോ, അതിൽ ഒത്തിരി റെഡ് സ്പോട്ടുകളും യെല്ലോ സ്പോട്ടുകളും ഉണ്ട്. അത് ആ ഒരു ചെടിക്ക് എന്ത് ഭംഗിയാണല്ലേ കൊടുക്കുന്നത്. ആ ഒരു റെഡ് കളറിലെ ആ ഒരു ബോർഡർ വരുന്നത് ആ ചെടിയുടെ ഭംഗി തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ കളർ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഇനി റെഡ് കളറും യെല്ലോ കളറും യൂസ് ചെയ്യാം. ആദ്യം റെഡ് കളർ വെച്ച് അതിന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് ലൈൻസും അതുപോലെ തന്നെ സ്പോട്ടുകളും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് യെല്ലോ സ്പോട്ടുകളും ലൈനും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആ ഒരു ഇലയ്ക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ, റെഡും യെല്ലോയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ ഈ ചെടിയുടെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ചെറിയ ഇലകൾ ആദ്യം വെച്ച് അറേഞ്ച് ചെയ്യാം. ആദ്യം ചെറിയ ഇലകൾ വയ്ക്കുക, എന്നിട്ട് അതൊന്ന് കെട്ടുകമ്പി വെച്ച് കെട്ടുക. എന്നിട്ട് കുറച്ച് അതിലും വലിയ ഇലകൾ എടുക്കുക, അതൊന്ന് കെട്ടുകമ്പി വെച്ച് കെട്ടാം. ഇനി നീണ്ടു നിൽക്കുന്ന പോർഷനിൽ നമുക്ക് പേപ്പർ ടേപ്പ് വെച്ച് ആ കെട്ടുകമ്പി കാണാത്ത രീതിയിൽ റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രീൻ കളർ വെച്ച് അതിനൊരു കോട്ടിങ് കൊടുത്തിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റെമ്മിൻ്റെ കളറ് കിട്ടും. ഇപ്പം നമ്മുടെ ആ ഒരു അൽഗോണിമ ചെടി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.